ഹലോ ഹായ് എല്ലാവർക്കും ലേണിനോടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനലോഗ് ആൻഡ് ഡിജിറ്റൽ മോഡുലേഷൻ എന്ന ടോപ്പിക്കിൽ നിന്നും 25 MCQ ക്വസ്റ്റ്യൻസ് ആണ്. സോ 25 MCQ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ ടോപ്പിക് അനലോഗ് ആൻഡ് ഡിജിറ്റൽ മോഡുലേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ അനലോഗ് മോഡുലേഷൻ ടെക്നിക്സ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ അനലോഗ് മോഡുലേഷൻ ടെക്നിക്സ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് അനലോഗ് മോഡുലേഷൻ ടെക്നിക്സ് എന്നാണ് ചോദ്യം അല്ലെ. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ആംഗിൾ മോഡുലേഷൻ, ഓപ്ഷൻ ബി ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഓപ്ഷൻ സി പൾസ് മോഡുലേഷൻ, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? ഏതാണ് അനലോഗ് മോഡുലേഷൻ ടെക്നിക്സ്? ഓപ്ഷൻ എ നോക്കൂ, ആംഗിൾ മോഡുലേഷൻ. യെസ്, ആംഗിൾ മോഡുലേഷൻ ഈസ് വൺ ഓഫ് അനലോഗ് മോഡുലേഷൻ ടെക്നിക്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, അതെ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ത് തന്നെയാണ്? അനലോഗ് മോഡുലേഷൻ ടെക്നിക് തന്നെയാണ്. ഓപ്ഷൻ സി നോക്കിക്കേ, പൾസ് മോഡുലേഷൻ. പൾസ് മോഡുലേഷൻ എന്ന് പറയുന്നത് ഒരു അനലോഗ് മോഡുലേഷൻ ടെക്നിക് ആണോ? അല്ല അല്ലെ. പൾസ് മോഡുലേഷൻ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് ബി. അതായത് ആംഗിൾ മോഡുലേഷൻ ആൻഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആർ ദ അനലോഗ് മോഡുലേഷൻ ടെക്നിക്സ്. മോഡുലേഷൻസ് ബേസിക്കലി അനലോഗ് മോഡുലേഷൻ എന്നും ഡിജിറ്റൽ മോഡുലേഷൻ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അനലോഗ് മോഡുലേഷൻ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു ആംഗിൾ മോഡുലേഷൻ ആൻഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഓക്കെ, ആംഗിൾ മോഡുലേഷൻ ആൻഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നമ്മൾ പറഞ്ഞു അല്ലെ. ആംഗിൾ മോഡുലേഷൻ ആൻഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആർ ദ ടു ടൈപ്സ് ഓഫ് ദ അനലോഗ് മോഡുലേഷൻ നമ്മൾ പറഞ്ഞു. അതിൽ ആംഗിൾ മോഡുലേഷൻ ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു ടു, ദാറ്റ് ഈസ് ഫ്രീക്വൻസി മോഡുലേഷൻ ആൻഡ് ഫേസ് മോഡുലേഷൻ. ഓക്കെ, ഡിജിറ്റൽ മോഡുലേഷന്റെ ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഡിജിറ്റൽ മോഡുലേഷൻ എന്ന് പറയുന്നത് പൾസ് അനലോഗ് മോഡുലേഷനും ഉണ്ട്, പൾസ് ഡിജിറ്റൽ മോഡുലേഷനും ഉണ്ട്, അല്ലെങ്കിൽ പൾസ് കോർഡിനേറ്റ് മോഡുലേഷനും ഉണ്ട്. ഈ പൾസ് അനലോഗ് മോഡുലേഷൻ അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു 3, പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, പൾസ് പൊസിഷൻ മോഡുലേഷൻ, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. സോ എന്താണ് പറഞ്ഞത് നമ്മൾ? മോഡുലേഷൻ ഈസ് ക്ലാസിഫൈഡ് ഇൻടു അനലോഗ് മോഡുലേഷൻ ആൻഡ് ഡിജിറ്റൽ മോഡുലേഷൻ. അനലോഗ് മോഡുലേഷൻ ഈസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു ടു, ദാറ്റ് ഈസ് ആംഗിൾ മോഡുലേഷൻ ആൻഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ആംഗിൾ മോഡുലേഷനും വീണ്ടും രണ്ടായി ക്ലാസ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഫ്രീക്വൻസി മോഡുലേഷനും ഫേസ് മോഡുലേഷനും. ഡിജിറ്റൽ മോഡുലേഷനിലേക്ക് വരികയാണെങ്കിലോ, ഡിജിറ്റൽ മോഡുലേഷൻ ഈസ് ക്ലാസിഫൈഡ് ഇൻടു ടു, പൾസ് അനലോഗ് മോഡുലേഷൻ അല്ലെങ്കിൽ പൾസ് ഡിജിറ്റൽ മോഡുലേഷൻ. പൾസ് അനലോഗ് മോഡുലേഷൻ ഈസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു 3, ദാറ്റ് ഈസ് PAM, PPM ആൻഡ് PWM. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ പാരാമീറ്റേഴ്സ് ഓഫ് പൾസ് മോഡുലേഷൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ പാരാമീറ്റേഴ്സ് ഓഫ് പൾസ് മോഡുലേഷൻ എന്നാണ് ചോദ്യം കേട്ടോ. അല്ലാതെ പൾസ് ആംപ്ലിറ്റ്യൂഡ് എന്നോ പൾസ് വിഡ്ത്ത് എന്നോ പൾസ് പൊസിഷൻ എന്നോ എടുത്ത് ചോദിച്ചിട്ടില്ല. നമ്മൾ ക്വസ്റ്റ്യൻ വളരെയധികം ശ്രദ്ധിക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ പാരാമീറ്റേഴ്സ് ഓഫ് പൾസ് മോഡുലേഷൻ? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ആംപ്ലിറ്റ്യൂഡ്, ഓപ്ഷൻ ബി വിഡ്ത്ത്, ഓപ്ഷൻ സി പൊസിഷൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഒരു പൾസ് മോഡുലേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാകാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പൾസ് അനലോഗ് മോഡുലേഷൻ എന്ന് പറയുന്നത് 3 ആക്കിയിട്ടാണ് ക്ലാസ് ചെയ്തിരിക്കുന്നത്. പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, പൾസ് പൊസിഷൻ മോഡുലേഷൻ, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. സോ which are the parameters of the pulse modulation? The right answer is option D, all of the above. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചോദ്യം, which of the following statement are correct about sampling theory? Which of the following statement are correct about sampling theory? സാമ്പിളിംഗ് തിയറിയിലെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ, പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഇൻടു ഡിസ്ക്രീറ്റ് സിഗ്നൽ. ഓപ്ഷൻ ബി, പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഡിസ്ക്രീറ്റ് സിഗ്നൽ ഇൻടു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. ഓപ്ഷൻ സി, നമ്പർ ഓഫ് സാമ്പിൾസ് ടു ബി ടേക്കൻ ഡിപ്പെൻഡ്സ് ഓൺ മിനിമം സിഗ്നൽ ഫ്രീക്വൻസി പ്രസന്റ് ഇൻ ദ സിഗ്നൽ. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഇൻടു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. യെസ്, ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ എക്സ്പ്ലനേഷൻ ഫോർ ദ സാമ്പിളിംഗ് തിയറി അല്ലെ. സാമ്പിളിംഗ് തിയറി എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് കണ്ടിന്യൂസ് ടൈം ഇൻടു ഡിജിറ്റൽ അല്ല ഡിസ്ക്രീറ്റ് സിഗ്നൽ ആണ്. ശ്രദ്ധിക്കണം, ഡിജിറ്റൽ അല്ല ഡിസ്ക്രീറ്റ് സിഗ്നൽ ആണ് അല്ലെ. പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഇൻടു ഡിസ്ക്രീറ്റ് സിഗ്നൽ ആണ്. അപ്പോൾ അത് കറക്റ്റ് ആണ് നമുക്ക് കിട്ടിയല്ലേ.
രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റായിരിക്കില്ലേ? ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഡിസ്ക്രീറ്റ് സിഗ്നൽ ഇൻ ടു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ് അല്ലെ. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് സാമ്പിൾസ് ടു ബി ടേക്കൻ ഡിപ്പെൻഡ്സ് ഓൺ മിനിമം സിഗ്നൽ ഫ്രീക്വൻസി പ്രസന്റ് ഇൻ ദ സിഗ്നൽ. തെറ്റാണ്. ബിക്കോസ് എന്താണ് ഈ സെന്റൻസിന് തെറ്റെന്താണ്? എന്താണ് ഇതിൽ റോങ്? നമ്പർ ഓഫ് സാമ്പിൾസ് ടു ബി ടേക്കൻ ഡിപ്പെൻഡ്സ് ഓൺ മാക്സിമം സിഗ്നൽ ഫ്രീക്വൻസി പ്രസന്റ് ദ സിഗ്നൽ ആണ്. മിനിമം അല്ല, നമ്മൾ നമ്പർ ഓഫ് സാമ്പിൾസ് എടുക്കുന്നത് മാക്സിമം സിഗ്നൽ ഫ്രീക്വൻസിന്റെ ബേസിസിലാണ്. So, right answer is option A. Process of converting continuous signal into discrete signal defines sampling theory. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ആർ ദ പ്രാക്ടിക്കൽ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്? സാമ്പിളിങ്സിന്റെ പ്രാക്ടിക്കൽ മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലാതെ 3 മെത്തേഡ് അല്ല ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കണം. വിച്ച് ആർ ദ പ്രാക്ടിക്കൽ മെത്തേഡ് ഓഫ് സാമ്പിളിംഗ്? വളരെയധികം എന്താ പറയുക, കണ്ണിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ഭയങ്കര കാണുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും, പക്ഷെ കറക്റ്റായിട്ട് ആൻസർ ചെയ്തില്ലെങ്കിൽ തെറ്റാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഓക്കെ, സോ വിച്ച് ആർ ദ പ്രാക്ടിക്കൽ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് നോക്കാം. നമുക്ക് 3 തന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഐഡിയൽ സാമ്പിളിംഗ്, രണ്ടാമത്തെ നാച്ചുറൽ സാമ്പിളിംഗ്, മൂന്നാമത്തെ ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ്. ഈ 3 എന്ന് പറയുന്നത് എന്താണ്? സാമ്പിളിങ്ങിന്റെ 3 മെത്തേഡാണ് അല്ലേ? ഐഡിയൽ സാമ്പിളിംഗും നാച്ചുറൽ സാമ്പിളിംഗും ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ്, അത് 3 മെത്തേഡ്സ് ഓഫ് ദ സാമ്പിളിംഗ് ആണ്. സോ പക്ഷെ പ്രാക്ടിക്കൽ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്, പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ബോത്ത് 1 and 2, അതായത് ഐഡിയൽ സാമ്പിളിംഗും നാച്ചുറൽ സാമ്പിളിംഗ് ആണോ? ഓപ്ഷൻ ബി ബോത്ത് 2 and 3, ഓപ്ഷൻ സി ബോത്ത് 1 and 3, ഓപ്ഷൻ ഡി 1, 2 and 3. നമ്മൾ സമയം നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് സാമ്പിളിംഗ് നമുക്ക് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 3 സാമ്പിളിങ്ങും അതിൻ്റെ ഒരു മെത്തേഡാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഡി 1, 2 and 3 നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബബിൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തെറ്റും അല്ലെ? എന്താ കാരണം? പ്രാക്ടിക്കൽ മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. പ്രാക്ടിക്കൽ മെത്തേഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഐഡിയൽ സാമ്പിളിംഗ് ഈസ് ആൻ നോൺ പ്രാക്ടിക്കൽ മെത്തേഡ് ആണ് അല്ലെ. ഐഡിയൽ സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ മെത്തേഡ് അല്ല. സോ ദ റൈറ്റ് ആൻസർ ഈസ്, ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ബോത്ത് 2 and 3. നാച്ചുറൽ സാമ്പിളിംഗ് ആൻഡ് ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ് ആർ ദ പ്രാക്ടിക്കൽ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. നമ്മൾ പറഞ്ഞു സാമ്പിളിംഗിൽ 3 മെത്തേഡാണ് അല്ലെ. ഐഡിയൽ സാമ്പിളിംഗും നാച്ചുറൽ സാമ്പിളിംഗും ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗും. ഐഡിയൽ സാമ്പിളിംഗ് ഡിഫൈൻസ് ആൻ ഇമ്പൾസ് അറ്റ് ഈച്ച് സാമ്പിളിംഗ് ഇൻസ്റ്റന്റ്. ഓരോ ഇൻസ്റ്റന്റിലും ഓരോ ഇമ്പൾസ് എടുക്കുക എന്നുള്ളതാണ് ഐഡിയൽ സാമ്പിളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. സോ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. ഓരോ ഇൻസ്റ്റന്റിലും ഓരോ ഇമ്പൾസ് എടുക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ദാറ്റ് ഈസ് ഐഡിയൽ സാമ്പിളിംഗ് എന്ന് പറഞ്ഞു. നാച്ചുറൽ സാമ്പിളിംഗ് എന്താണ്? എ പൾസ് ഓഫ് ഷോർട്ട് വിത്ത് വേരിയിങ് വിത്ത് ആംപ്ലിറ്റ്യൂഡ്. Okay, it is a pulse of short width varying with amplitude. And flat top sampling എന്താണ്? ടോപ്പ് ഓഫ് ദ സാമ്പിൾസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിരിക്കും അല്ലെ. ദേ ഹാവ് കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ പ്രാക്ടിക്കൽ സാമ്പിളിംഗ്. അതുപോലെ തന്നെ നാച്ചുറൽ സാമ്പിളിംഗ് ഈസ് ഓൾസോ വൺ ഓഫ് ദ പ്രാക്ടിക്കൽ സാമ്പിളിംഗ്. പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഏത് സാമ്പിളിംഗ് ആണ് യൂസ് ചെയ്യുന്നത്? ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ് ആണ് പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ യൂസ് ചെയ്യുന്നത്. ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ യൂസ് ചെയ്യുന്ന ഏതാണ്? ഏത് സാമ്പിളിംഗ് ആണ്? ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ് ആണ്. 5ാമത്തെ ചോദ്യം. PAM uses dash sampling. നമ്മൾ ഇപ്പൊ പറഞ്ഞുള്ളൂ അല്ലെ. PAM uses dash sampling. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഐഡിയൽ സാമ്പിളിംഗ്, ഓപ്ഷൻ ബി നാച്ചുറൽ സാമ്പിളിംഗ്, ഓപ്ഷൻ സി ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഏതാണ് റൈറ്റ് ആൻസർ? നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ PAM, അതായത് പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ യൂസ് ചെയ്യുന്ന സാമ്പിളിംഗ് ഏതാണ്? ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ് ആണ് കോമൺലി യൂസ് ചെയ്യുന്നത്. എന്താണ് കാര്യം നോയ്സ് നമുക്കറിയാം. ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ടോപ്പ് ഓഫ് ദ സാമ്പിൾസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. Because of that, during transmission, the noise is introduced at the top of the transmission pulse, which can easily remove if the pulse is in the form of flat top. Okay, അപ്പോൾ നോയ്സ് നമുക്ക് ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റും ടോപ്പ് ഓഫ് ദ പൾസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആണെങ്കിൽ. ഓക്കെ, 6ാമത്തെ ചോദ്യം. വിച്ച് സ്വിച്ച് ഓഫ് സാമ്പിൾ ആൻഡ് ഹോൾ സർക്യൂട്ട് ഡിഫൈൻസ് ദ ടൈം പീരീഡ് ഓഫ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് കപ്പാസിറ്റർ? വിച്ച് സ്വിച്ച് ഓഫ് സാമ്പിൾ ആൻഡ് ഹോൾ സർക്യൂട്ട്? സാമ്പിൾ ആൻഡ് ഹോൾ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ PAM മോഡുലേഷന്റെ സർക്യൂട്ട് ആണ് അല്ലെ. PAM മോഡുലേഷന്റെ സർക്യൂട്ട് ആണ് സാമ്പിൾ ആൻഡ് ഹോൾ സർക്യൂട്ട് എന്ന് പറയുന്നത്. അത് ഡിഫൈൻ ചെയ്യുന്നത്, അതായത് ഏത് സ്വിച്ച് ആണ് സാമ്പിൾ ആൻഡ് ഹോൾ സർക്യൂട്ടിലെ ഏത് സ്വിച്ച് ആണ് ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും അല്ലെങ്കിൽ ആ ചാർജിങ് കപ്പാസിറ്ററിന്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങിന്റെ ടൈം പീരീഡ് ഡിഫൈൻ ചെയ്യുന്നത് സാമ്പിൾ ആൻഡ് ഹോൾ സർക്യൂട്ടിലെ ഏത് സ്വിച്ച് ആണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സാമ്പിളിംഗ് സ്വിച്ച്, ഓപ്ഷൻ ബി ഡിസ്ചാർജ് സ്വിച്ച്, ഓപ്ഷൻ സി ഓൺലി എ,
ഓപ്ഷൻ ഡി നെയ്തർ എ നോർ ബി. ഏതാണ് റൈറ്റ് ആൻസർ? നമ്മൾ പറഞ്ഞു PAM മോഡുലേഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സർക്യൂട്ടാണ് സാമ്പിൾ ആൻഡ് ഹോൾ സർക്യൂട്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ബേസിക്കലി നമ്മൾ 2 സ്വിച്ചാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. സാമ്പിളിംഗ് സ്വിച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ചാർജ് സ്വിച്ച് ഉണ്ട് അല്ലെ. സാമ്പിളിംഗ് സ്വിച്ച് എന്തിനാണ്? സാമ്പിളിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. ഡിസ്ചാർജ് സ്വിച്ച് എന്ന് പറയുന്നത് ഹോൾഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് ഡിസ്ചാർജ് സ്വിച്ച് ഡിഫൈൻസ് ദ ടൈം പീരീഡ് ഓഫ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് ദ കപ്പാസിറ്റർ ആസ് ഇറ്റ്സ് നെയിം ഇൻഡിക്കേറ്റ്സ് അല്ലെ. ആ പേരിൽ പറയുന്ന പോലെ തന്നെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും, ഒരു കപ്പാസിറ്ററിന്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഡിഫൈൻ ചെയ്യുന്നത് ഏത് സ്വിച്ചാണ്? ഡിസ്ചാർജ് സ്വിച്ചാണ്. സോ നമ്മുടെ റൈറ്റ് ആൻസർ ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഡിസ്ചാർജ് സ്വിച്ച്. 7ാമത്തെ ചോദ്യം, എ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ മേ ബി കംപ്ലീറ്റ്ലി റെപ്രസെന്റഡ് ഇൻ സാമ്പിൾസ് ആൻഡ് റിട്ടേൺ ബാക്ക് ഇഫ് ദ സാമ്പിളിംഗ് ഫ്രീക്വൻസി ഈസ് ഡാഷ് മാക്സിമം ഫ്രീക്വൻസി പ്രസന്റ് ഇൻ ദ സിഗ്നൽ. A continuous time signal may be completely represented in its samples and returned back if the sampling frequency is dash maximum frequency present in the signal. Okay, ഇത് ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു തിയറത്തിന്റെ ഡിഫൈൻ അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം അല്ലെ. ഓപ്ഷൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഓപ്ഷൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഓപ്ഷൻ സി മസ്റ്റ് ബി ലെസ് ദാൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് റൈറ്റ് ആൻസർ? സാമ്പിളിംഗ് തിയറത്തിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. എ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ മേ ബി കംപ്ലീറ്റ്ലി റെപ്രസെന്റഡ് ഇൻ ഇറ്റ് സാമ്പിൾസ് ആൻഡ് റിട്ടേൺ ബാക്ക് ഇഫ് ദ സാമ്പിളിംഗ് ഫ്രീക്വൻസി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ മാക്സിമം ഫ്രീക്വൻസി പ്രസന്റ് ഇൻ ദ സിഗ്നൽ. നമ്മൾ പഠിച്ചതാണ് FS ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM എന്ന് നമ്മൾ പഠിച്ചതാണ്. FS എന്ന് പറയുന്നത് സാമ്പിളിംഗ് ഫ്രീക്വൻസി ആണ്, FM എന്ന് പറയുന്നത് മാക്സിമം ഫ്രീക്വൻസി പ്രസന്റ് ഇൻ ദ സിഗ്നൽ ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം, ഇഫ് സാമ്പിളിംഗ് ഫ്രീക്വൻസി ഈസ് ഗ്രേറ്റർ ദാൻ ട്വൈസ് ഓഫ് മാക്സിമം ഫ്രീക്വൻസി ദെൻ, അതായത് സാമ്പിളിംഗ് ഫ്രീക്വൻസി മാക്സിമം ഫ്രീക്വൻസിന്റെ ട്വൈസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഏത് കണ്ടീഷൻ ആയിരിക്കും വരിക? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നോ ഓവർലാപ്പിംഗ്, ഓപ്ഷൻ ബി ടച്ചിങ് സാമ്പിൾസ്, ഓപ്ഷൻ സി ഓവർലാപ്ഡ് സാമ്പിൾസ്, ഓപ്ഷൻ ഡി ഡിസ്റ്റോർട്ടഡ് സാമ്പിൾസ്. അതായത് സാമ്പിളിംഗ് ഫ്രീക്വൻസി ട്വൈസ് ഓഫ് മാക്സിമം ഫ്രീക്വൻസി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്താണ് റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ നോ ഓവർലാപ്പിംഗ്. ഇഫ് സാമ്പിളിംഗ് ഫ്രീക്വൻസി ഇസ് ഗ്രേറ്റർ ദാൻ ട്വൈസ് ഓഫ് ദ മാക്സിമം ഫ്രീക്വൻസി ആണെങ്കിൽ നോ ഓവർലാപ്പിംഗ്. ഓപ്ഷൻ ബി നോക്കിക്കേ, ടച്ചിങ് സാമ്പിൾസ്. ടച്ചിങ് സാമ്പിൾസ് ആർ ദ റിസൾട്ട് ഓഫ് ഇഫ് FS is equal to 2FM. If sampling frequency എന്ന് പറയുന്നത് twice of the maximum frequency ആയി കഴിഞ്ഞാൽ it results എന്തായിരിക്കും? ടച്ചിങ് സാമ്പിൾസ് റിസൾട്ട് ചെയ്യും, പക്ഷേ അവിടെ ഓവർലാപ്പിംഗ് ഒന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ ഓവർലാപ്പിംഗ് സാമ്പിളിംഗ് ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ ട്വൈസ് മാക്സിമം ഫ്രീക്വൻസി ആയാലും ഈക്വൽ ടു മാക്സിമം ഫ്രീക്വൻസി ആയാലും ഓവർലാപ്പിംഗ് അവിടെ സംഭവിക്കുന്നില്ല. പക്ഷേ സാമ്പിൾസ് ആർ ടച്ചിങ്. ടച്ചിങ് സാമ്പിൾസ് എപ്പോൾ സംഭവിക്കുന്നുണ്ട്? ഈക്വൽ ടു ആകുമ്പോൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഓപ്ഷൻ എ റൈറ്റ് ആൻസർ ആയിട്ട് മാറിയത്. ഇനി നോക്കിക്കേ, ഓവർലാപ്ഡ് സാമ്പിൾസ് എപ്പോഴായിരിക്കും? FS is less than 2FM ആകുമ്പോഴാണ് സാമ്പിൾസ് എല്ലാം ഓവർലാപ്പ് ആകുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റോർട്ട് ആകുന്നത്. ഓക്കെ, 9ാമത്തെ ചോദ്യം, നിക്വിസ്റ്റ് റേറ്റ് ഡിഫൈൻസ്. ഓപ്ഷൻസ് നോക്കാം. സാമ്പിളിംഗ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ട്വൈസ് ഓഫ് മാക്സിമം ഫ്രീക്വൻസി, ഓപ്ഷൻ ബി സാമ്പിളിംഗ് ഫ്രീക്വൻസി ഈസ് ഗ്രേറ്റർ ദാൻ ട്വൈസ് ഓഫ് മാക്സിമം ഫ്രീക്വൻസി, ഓപ്ഷൻ സി സാമ്പിളിംഗ് ഫ്രീക്വൻസി ഈസ് ലെസ് ദാൻ ട്വൈസ് ഓഫ് മാക്സിമം ഫ്രീക്വൻസി, ഓപ്ഷൻ ഡി സാമ്പിളിംഗ് ഫ്രീക്വൻസി ഈസ് നോട്ട് ഈക്വൽ ടു ദ ട്വൈസ് ഓഫ് മാക്സിമം ഫ്രീക്വൻസി. ഏതാണ് റൈറ്റ് ആൻസർ? നമുക്കറിയാം നിക്വിസ്റ്റിക് റേറ്റ് ഒക്കെ നമ്മൾ വൃത്തിക്ക് പഠിച്ചതാണ് അല്ലെ. നിക്വിസ്റ്റിക് റേറ്റും സാമ്പിളിംഗ് തിയറി ഒക്കെ നമ്മൾ പഠിച്ചതാണ്. രണ്ടും അങ്ങോട്ട് മാറിപ്പോയത് അല്ലെ. സാമ്പിളിംഗ് തിയറി എന്താണ്? ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ മാക്സിമം ഫ്രീക്വൻസി ആണ്. നിക്വിസ്റ്റിക് റേറ്റ് എന്താണ്? സാമ്പിളിംഗ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ദ ട്വൈസ് ഓഫ് ദ മാക്സിമം ഫ്രീക്വൻസി ആണ്. സോ ദ റൈറ്റ് ആൻസർ ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, സാമ്പിളിംഗ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ദ ട്വൈസ് ഓഫ് മാക്സിമം ഫ്രീക്വൻസി ഡിഫൈൻസ് ദ നിക്വിസ്റ്റിക് റേറ്റ്. 10ാമത്തെ ചോദ്യം, ഇഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ ഈസ് ഗ്രേറ്റർ ദാൻ സോ ടൂത്ത് സിഗ്നൽ ഇൻ PWM മോഡുലേഷൻ then the output becomes dash. If the modulating signal is greater than sawtooth signal, അല്ലെ, മോഡുലേറ്റിംഗ് സിഗ്നൽ സോട്ടൂത്ത് സിഗ്നലിനേക്കാളും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? PWMത്തിന്റെ ഔട്ട്പുട്ടിന് എന്ത് സംഭവിക്കും? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഹൈ, ഓപ്ഷൻ ബി ലോ, ഓപ്ഷൻ സി നോ ചേഞ്ച്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഏതാണ് റൈറ്റ് ആൻസർ? നമുക്കറിയാം PWM മോഡുലേഷൻ നമ്മൾ ഒരു കമ്പാരേറ്റർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ കമ്പാരേറ്ററിൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നൽ കൊടുക്കുന്നത്. ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ സോട്ടൂത്ത് സിഗ്നൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ സോട്ടൂത്ത് ജനറേറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്.
കമ്പാരേറ്ററിന്റെ തിയറി അനുസരിച്ചിട്ട് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ കൊടുക്കുന്ന സിഗ്നൽ ഇൻവേർട്ടിംഗ് ടെർമിനലിനേക്കാളും കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പൾസ് വിത്ത് മോഡുലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്നത് സോ ടൂത്ത് സിഗ്നലിനേക്കാളും കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഓക്കെ, so the right answer is option A, high. If the modulating signal is greater than sawtooth signal in pulse width modulation, then the output becomes high. 11ാമത്തെ ചോദ്യം, which multivibrator is used in pulse width modulation to produce PPM? Okay, which multivibrator ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. which multivibrator is used in PWM to produce PPM? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ, ഓപ്ഷൻ ബി മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ, ഓപ്ഷൻ സി ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഏതാണ് റൈറ്റ് ആൻസർ? നമുക്കറിയാം അല്ലേ ഏത് മൾട്ടിവൈബ്രേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്? മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ഈസ് യൂസ്ഡ് ഇൻ PWM to produce PPM. 12ാമത്തെ ചോദ്യം, which is the first step at receiver end of digital communication? Which is the first step at a receiver end of digital communication? Options നോക്കാം. ഓപ്ഷൻ എ സോഴ്സ് എൻകോഡർ, ഓപ്ഷൻ ബി സോഴ്സ് ഡീകോഡർ, ഓപ്ഷൻ സി ഡിജിറ്റൽ ഡീമോഡുലേറ്റർ, ഓപ്ഷൻ ഡി ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് റിസീവർ എൻഡിൽ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ റിസീവർ എൻഡിലെ ആദ്യത്തെ സ്റ്റെപ്പ് ഏതാണെന്നാണ് ചോദ്യം. സോഴ്സ് എൻകോഡർ ആണോ, സോഴ്സ് ഡീകോഡർ ആണോ, ഡിജിറ്റൽ ഡീമോഡുലേറ്റർ ആണോ, ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ ആണോ? The right answer is option C, digital demodulator ആണ് അല്ലേ. ഡിജിറ്റൽ demodulator is the first step at receiver end അല്ലേ. The received signal is demodulated as well as converted again from analog to digital and the signal is reconstructed in digital demodulator. നമ്മൾ സോഴ്സ് എൻകോഡർ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സോഴ്സ് എൻകോഡർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു കംപ്രസ് ദ ഡേറ്റ ഇൻ ടു മിനിമം നമ്പർ ഓഫ് ബിറ്റ്സ് ഫോർ ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ദ ബാൻഡ് വിഡ്ത്തിന് വേണ്ടി നമ്മൾ സോഴ്സ് എൻകോഡർ യൂസ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് റിമൂവ് ദ റിഡൻഡന്റ് ബിറ്റ്സ്. ക്ലിയർ? സോഴ്സ് ഡീകോഡർ എന്തിനാണ്? പ്യുവർ സിഗ്നൽ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. പ്യുവർ സിഗ്നൽ ഒബ്റ്റെയിൻ ചെയ്യാം വിതൗട്ട് ലോസ് ഓഫ് എനി ഇൻഫോർമേഷൻസ്. അതിന് വേണ്ടി നമ്മൾ സോഴ്സ് ഡീകോഡർ യൂസ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസറോ ഇറ്റ് ഈസ് യൂസ് ടു കൺവേർട്ട് ദ സിഗ്നൽ ടു ദ ഒറിജിനൽ ഫിസിക്കൽ ഫോം വിച്ച് വാസ് ദ ഇൻപുട്ട് ഓഫ് ദ ട്രാൻസ്മിറ്റർ. 13ാമത്തെ ചോദ്യം, എറർ കറക്റ്റിംഗ് ബിറ്റ്സ് ഫോർ എ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആർ ജനറേറ്റഡ് ബൈ ഡാഷ്. എറർ കറക്റ്റിംഗ് ബിറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ എറർ കറക്റ്റിംഗ് ബിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ട്രാൻസ്ഡ്യൂസർ, ഓപ്ഷൻ ബി സോഴ്സ് എൻകോഡർ, ഓപ്ഷൻ സി ചാനൽ എൻകോഡർ, ഓപ്ഷൻ ഡി ഡിജിറ്റൽ ഡീമോഡുലേറ്റർ. The right answer is option C, channel encoder. Error correcting bits for a digital communication are generated by channel encoder. 14ാമത്തെ ചോദ്യം, D2A converter is in dash. D2A converter is in dash. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ട്രാൻസ്ഡ്യൂസർ, ഓപ്ഷൻ ബി ചാനൽ എൻകോഡർ, ഓപ്ഷൻ സി ഡിജിറ്റൽ മോഡുലേറ്റർ, ഓപ്ഷൻ ഡി സോഴ്സ് എൻകോഡർ. D2A കൺവേർട്ടർ എവിടെയാണ് നടക്കുന്നത്? ഏതിലാണ് നടക്കുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഡിജിറ്റൽ മോഡുലേറ്റർ. 16ാമത്തെ ചോദ്യം, PAM ഹാസ് ഡാഷ് നോയ്സ് ഇന്റർഫറൻസ്. PAM ഹാസ് ഡാഷ് നോയ്സ് ഇന്റർഫറൻസ്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ മാക്സിമം, ഓപ്ഷൻ ബി മിനിമം, ഓപ്ഷൻ സി ലെസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അതായത് PAM ഹാസ് നോയ്സ് ഇന്റർഫറൻസ് എന്ന് പറയുമ്പോൾ കമ്പയർ ടു ദ PWM ആൻഡ് PPM അല്ലെ. PWMനും PPMനും കമ്പയർ ചെയ്യുമ്പോൾ PAMന്റെ നോയ്സ് ഇന്റർഫറൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പോൾ PAMന് നമുക്കറിയാം നോയ്സ് മാക്സിമം എഫക്റ്റ് ചെയ്തതിനായിരിക്കും, ആംപ്ലിറ്റ്യൂഡിനായിരിക്കും എഫക്റ്റ് ചെയ്യുക. സോ PAM ഹാസ് മാക്സിമം നോയ്സ് ഇൻഡിഫറൻസ്. മിനിമം നോയ്സ് ഇൻഡിഫറൻസ് ഉള്ളത് PWMത്തിനും നോയ്സ് ഇൻഡിഫറൻസ് ഏറ്റവും കുറവുള്ളത് PPMത്തിനുമാണ്. ഓക്കെ. 17ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ പ്രോസസ് ടു കൺവേർട്ട് ഡിസ്ക്രീറ്റ് സിഗ്നൽ ഇൻ ടു ഡിജിറ്റൽ സിഗ്നൽ ഇൻ PCM? which is the process to convert discrete signal into digital signal ആണ്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ സാമ്പിളിംഗ്, ഓപ്ഷൻ ബി ക്വാൻറ്റൈസേഷൻ, ഓപ്ഷൻ സി എൻകോഡിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ നോക്കിക്കേ, സാമ്പിളിംഗ്. സാമ്പിളിംഗ് എന്തിനാണ്? ടു കൺവേർട്ട് അനലോഗ് ടു ഡിസ്ക്രീറ്റ് ആണ് സാമ്പിളിംഗ് അല്ലേ. ഓപ്ഷൻ ബി നോക്കിക്കേ, ക്വാൻറ്റൈസേഷൻ. ക്വാൻറ്റൈസേഷൻ എന്തിനാണ്? ക്വാൻറ്റൈസേഷൻ is the process to convert discrete signal into digital signal. So which is the right answer? The right answer is option B. Quantization is a process to convert discrete signal into digital signal. 18ാമത്തെ ചോദ്യം, find out the voltage difference between samples if the number of bits is equal to 3 and the amplitude is varies from 0 to 1 volt. Find the voltage difference between samples if the number of bits തന്നിട്ടുണ്ട് 3 തന്നിട്ടുണ്ട് അല്ലേ. ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? 0 to 1 വോൾട്ട് വരെ വേരി ചെയ്യുന്നുണ്ട്.
ഓപ്ഷൻസ് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് വോൾട്ടേജ് ഡിഫറൻസ് ആണ്, റൈറ്റ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 0.25 വോൾട്ട്, ഓപ്ഷൻ ബി 1.25 വോൾട്ട്, ഓപ്ഷൻ സി 0.125 വോൾട്ട്, ഓപ്ഷൻ ഡി 8 വോൾട്ട്. ഏതാണ് റൈറ്റ് ആൻസർ? ഇതൊരു മാത്തമാറ്റിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ, നമുക്ക് ചെയ്ത് നോക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വീഡിയോ പോസ് ചെയ്യുക, നിങ്ങൾ ചെയ്ത് നോക്കുക, ആൻസർ ശരിയാണ് നോക്കുക. ഓക്കെ, ഞാൻ ആൻസർ ഇപ്പോൾ പറയാൻ പോവുകയാണ്. ആൻസർ ഏതാണ് റൈറ്റ് ആൻസർ? അത് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 0.125 വോൾട്ട് ആണ്. എങ്ങനെയാണ് കിട്ടിയത് നമുക്ക് നോക്കാം. നമുക്കറിയാം വോൾട്ടേജ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾസ് ആൻഡ് ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ വി ബൈ എൽ ആണ്. വോൾട്ടേജ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾസ് എന്ന് പറയുന്നത് ഡെൽറ്റ വി ബൈ എൽ ആണ്. ഇവർ ഡെൽറ്റ വി നമുക്ക് തന്നിട്ടുണ്ട് 0 to 1 വോൾട്ട് ആണ് വോൾട്ടേജ്, അല്ലെങ്കിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നത് എങ്ങനെയാണ്? 0 to 1 വോൾട്ട് ആണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ വി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു 1 മൈനസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 1 വോൾട്ട്. അപ്പൊ നമുക്ക് വോൾട്ടേജ് ഡിഫറൻസ് അല്ലെങ്കിൽ ഡെൽറ്റ വി നമുക്ക് കിട്ടി, എന്താണ്? 1 വോൾട്ട് എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് തന്നിട്ടുണ്ട് നമ്പർ ഓഫ് ബിറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഡെൽറ്റ വി ബൈ എൽ ആണ്. എൽ എന്ന് പറയുന്നത് എന്താണ്? എൽ എന്ന് പറയുന്നത് ടോട്ടൽ സാമ്പിൾസ് ആണ്. ടോട്ടൽ സാമ്പിൾസ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? എൽ ഇസ് ഈക്വൽ ടു 2n ആണ്. നമ്മുടെ ഇക്വേഷൻ എന്താ മക്കളെ? വോൾട്ടേജ് ഡിഫറൻസ് എങ്ങനെ കാണാം? വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ എൽ ആണ് അല്ലെ. ഡെൽറ്റ വി നമുക്ക് കിട്ടി 0 to 1 വോൾട്ട് വരെയാണ് വേരി ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? 0 to 1 വോൾട്ട് വരെ വേരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 1 മൈനസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 1 വോൾട്ട് ഈസ് ദ വോൾട്ടേജ് ഡിഫറൻസ്. ആൻഡ് വോൾട്ടേജ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾസ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. നമ്പർ ഓഫ് ബിറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. സോ എൽ ഇസ് ഈക്വൽ ടു 2n where n is 3. സോ എൽ ഇസ് ഈക്വൽ ടു 2 which is equal to 8. സോ v is equal to 1/8 which is equal to 0.125 volt. So C is the right answer, 0.125 volt. 19ാമത്തെ ചോദ്യം. Which defines the process of compressing the data at the transmitter and expand the same data at the receiver? Which defines the process of compressing the data at the transmitter and expand the same data at the receiver. Options നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ക്വാണ്ടിസേഷൻ, ഓപ്ഷൻ ബി സാമ്പിളിംഗ്, ഓപ്ഷൻ സി എൻകോഡിംഗ്, ഓപ്ഷൻ ഡി കമ്പാൻഡിംഗ്. ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? ഏതാണ്? അതായത് ട്രാൻസ്മിറ്ററിലെ ഡേറ്റനെ കംപ്രസ് ചെയ്തിട്ടും റിസീവറിലെ ഡേറ്റനെ എക്സ്പാൻഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് എന്താണ്? The right answer is option D, കമ്പാൻഡിംഗ്. Kembanding defines the process of compressing the data at the transmitter and expand the same data at the receiver. കെമ്പാൻഡിങ് നമ്മൾ പഠിക്കുന്നത് പൾസ് കോഡ് മോഡുലേഷനിലാണ് അല്ലേ. പൾസ് കോഡ് മോഡുലേഷനിലാണ് നമ്മൾ കെമ്പാൻഡിങ് പഠിക്കുന്നത്. കെമ്പാൻഡിങ് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് കംപ്രസിംഗ് ആൻഡ് എക്സ്പാൻഡിങ് ആണ്. ആൻഡ് ഇക്വേഷൻ നമ്മൾ പറയുന്നത് കെമ്പാൻഡിങ് ഈസ് ഈക്വൽ ടു കംപ്രസിംഗ് പ്ലസ് എക്സ്പാൻഡിംഗ് ആണ് അല്ലേ. ഇറ്റ് ഈസ് എ നോൺ ലീനിയർ ടെക്നിക് യൂസ്ഡ് ഇൻ ദ PCM which compress the data at the transmitter and expand the same data at the receiver. The effect of noise and crosstalk can be reduced by the kembanding. Kembanding വഴി നമുക്ക് നോയ്സ് കുറയ്ക്കാനായിട്ട് പറ്റും. സോ എന്താ പറഞ്ഞത്? കെമ്പാൻഡിങ് പറയുന്നത് ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ദ കംപ്രസിംഗ് ആൻഡ് എക്സ്പാൻഡിംഗ് ആണ്. അതൊരു നോൺ ലീനിയർ ടെക്നിക് ആണ് അല്ലെ. കെമ്പാൻഡിംഗ് എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ ടെക്നിക് ആണ്. അത് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് PCM-ത്തിലാണ്. അതെന്താ ചെയ്യുന്നത്? കംപ്രസ് ഡേറ്റ അറ്റ് ദ ട്രാൻസ്മിറ്റർ ആൻഡ് എക്സ്പാൻഡ് ദ സെയിം ഡേറ്റ അറ്റ് ദ റിസീവർ. ദ എഫക്ട് ഓഫ് നോയ്സ് ആൻഡ് ദ crosstalk can be reduced by the kembanding. ഓക്കെ, കെമ്പാൻഡിംഗ് ബേസിക്കലി രണ്ടായിട്ട് ക്ലാസ് വെച്ചിട്ടുണ്ട്. അത്രയും നമ്മൾ ഡീറ്റെയിൽ പഠിക്കാനില്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. ഏലോ കെമ്പാൻഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ മ്യൂലോ കെമ്പാൻഡിംഗ് ഉണ്ട് കേട്ടോ. ഏലോ കെമ്പാൻഡിംഗ് ഇറ്റ്സ് എ യൂണിഫോം കെമ്പാൻഡിംഗ് ആണ്. ഈ സെറ്റ് ചെയ്ത് A is equal to 1 ആൻഡ് മ്യൂലോ കെമ്പാൻഡിംഗ് എന്ന് പറയുന്നത് കെമ്പാൻഡിംഗ് അറ്റ് mu is equal to 0 ആകുമ്പോൾ കിട്ടുന്നതാണ് മ്യൂലോ കെമ്പാൻഡിംഗ്. അറിയാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. 20ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ കംപ്രസർ പെർഫോം ആംപ്ലിഫിക്കേഷൻ ഫോർ ലോ വാല്യൂ ഓഫ് ഇൻപുട്ട്. ഓപ്ഷൻ ബി compressor perform attenuation for high value of input. Option C expander perform amplification for high value of input. Option D all of the above. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. കംപ്രസർ പെർഫോം ആംപ്ലിഫിക്കേഷൻ ഫോർ ലോ വാല്യൂ ഓഫ് ഇൻപുട്ട്. അത് ശരിയാണ്. ലോ വാല്യൂ ഓഫ് ഇൻപുട്ടിന് ആംപ്ലിഫിക്കേഷൻ പെർഫോം ചെയ്യുന്നു. ആര്? കംപ്രസർ അല്ലെ. അടുത്ത് നോക്കൂ. കംപ്രസർ പെർഫോം അറ്റുനേഷൻ ഫോർ ഹൈ വാല്യൂ ഓഫ് ഇൻപുട്ട്. നോക്കിക്കേ, ആദ്യത്തെ ഓപ്ഷൻ ശരിയാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാവില്ലേ? കാര്യം എന്താണ്? ലോവർ വാല്യൂ ഓഫ് ഇൻപുട്ടിന് ആംപ്ലിഫിക്കേഷൻ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഹയർ വാല്യൂ ഓഫ് ഇൻപുട്ടിന് അവിടെ എന്ത് പെർഫോം ചെയ്യുന്നുണ്ട്? അറ്റുനേഷൻ പെർഫോം ചെയ്യുന്നുണ്ട് അല്ലെ. ഓപ്ഷൻ സി നോക്കിക്കേ. എക്സ്പാൻഡർ പെർഫോം ആംപ്ലിഫിക്കേഷൻ ഫോർ ഹൈ വാല്യൂ ഓഫ് ഇൻപുട്ട്. അതും ശരിയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്.
നമ്മൾ കമ്പാൻഡിങ് എന്താന്ന് പറഞ്ഞു. കമ്പാൻഡിങ്ങിന്റെ ബ്ലോക്ക് ഡയഗ്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻപുട്ട്, കംപ്രസർ, യൂണിഫോം ക്വാണ്ടിസർ, എക്സ്പാൻഡർ. കംപ്രസർ പെർഫോം ആംപ്ലിഫിക്കേഷൻ ഫോർ ലോവർ വാല്യൂ ഓഫ് ഇൻപുട്ട്സ് ആൻഡ് അറ്റുനേഷൻ ഫോർ ദ ഹയർ വാല്യൂ ഓഫ് ഇൻപുട്ട്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എക്സ്പാൻഡർ ചെയ്യുന്നത്. എന്താ ചെയ്യുക എക്സ്പാൻഡർ? എക്സ്പാൻഡർ പെർഫോം ആംപ്ലിഫിക്കേഷൻ ഫോർ ഹൈ വാല്യൂ ഓഫ് ഇൻപുട്ട് ആൻഡ് അറ്റുനേഷൻ ഫോർ ദ ലോ വാല്യൂ ഓഫ് ഇൻപുട്ട്. ഓക്കെ, കമ്പാൻഡിങ് എന്തിനാണ്? SNR കൂട്ടും. SNR എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൂട്ടാനും ക്വാണ്ടിസേഷൻ നോയ്സ് കുറയ്ക്കാനുമാണ് നമ്മൾ കമ്പാൻഡിങ് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ദ കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ. 21ാമത്തെ ചോദ്യം, ഡിജിറ്റൽ മോഡുലേഷൻ പ്രൊവൈഡ്സ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മോർ ഇൻഫോർമേഷൻ കപ്പാസിറ്റി, ഓപ്ഷൻ ബി ഹൈ ഡേറ്റ സെക്യൂരിറ്റി, ഓപ്ഷൻ സി quicker system availability, option D all of the above. Digital modulation provides more information capacity. Yes, more information capacity provide ചെയ്യുന്നുണ്ട്. High data security provide ചെയ്യുന്നുണ്ട്. Quicker system availability അതും provide ചെയ്യുന്നുണ്ട്. So the right answer ഏതാണ് right answer? The right answer is option D all of the above. എന്താണ് ഡിജിറ്റൽ മോഡുലേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് മോഡുലേഷൻ where the message signal is of digital in nature. അല്ലേ? If the carrier wave to be modulated is of usually sinusoidal. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഡിജിറ്റൽ സിഗ്നൽ അല്ലെങ്കിൽ ഇവിടുത്തെ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് ഡിജിറ്റൽ ആയിരിക്കും, കാരിയർ സിഗ്നൽ എന്ന് പറയുന്നത് അനലോഗ് ആയിരിക്കും. അങ്ങനെ ഒരു മോഡുലേഷൻ നടക്കുന്നതിനാണ് നമ്മൾ ഡിജിറ്റൽ മോഡുലേഷൻ എന്ന് പറയുന്നത്. സ്വിച്ചിങ് അല്ലെങ്കിൽ കീയിങ് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് ഓർ ഫ്രീക്വൻസി ഓഫ് ദ ഫേസ് ഓഫ് ദ കാരിയർ വേവ് ഈസ് ഡൺ ഇൻ ദ ഡിജിറ്റൽ മോഡുലേഷൻ. സ്വിച്ചിങ്ങും കീയിങ് ഒക്കെയാണ് ഏതിൽ നടക്കുന്നത്? ഡിജിറ്റൽ മോഡുലേഷനിൽ നടക്കുന്നത്. Digital modulation provides more information capacity, high data security, quicker system availability with a great quality communication. അല്ലേ നമ്മൾ പറഞ്ഞു അത്. more information capacity provide ചെയ്യുന്നുണ്ട്, high data security provide ചെയ്യുന്നുണ്ട്, quicker system availability provide ചെയ്യുന്നുണ്ട് with a great quality communication. 23ാമത്തെ ചോദ്യം റിപ്പീറ്റ് ആയി കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് 23ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഓൺ ഓഫ് കിങ് ഡിഫൈൻസ് ഡാഷ്. ഓൺ ഓഫ് കിങ് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ASK, ഓപ്ഷൻ ബി FSK, ഓപ്ഷൻ സി PSK, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഓൺ ഓഫ് കിങ് ഏതാണ് ഡിഫൈൻ ചെയ്യുന്നത്? ASK എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കിങ് അല്ലെ. FSK ഫ്രീക്വൻസി ഷിഫ്റ്റ് കിങ് അല്ലെ. PSK എന്താണ്? ഫേസ് ഷിഫ്റ്റ് കിങ് ആണ് അല്ലെ. സോ ഏതാണ് ഓൺ ഓഫ് കിങ് ഡിഫൈൻ ചെയ്യുന്നത്? The right answer is option A, ASK, amplitude shift keying. Okay, PSKയുടെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്, BPSKയും QPSKയും. മനസ്സിലാക്കുക. PSKയിലെ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ. PSKയുടെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്, BPSKയും അതുപോലെ തന്നെ QPSKയും. BPSK എന്ന് പറയുന്നത് എന്താണ്? ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ്. QPSK എന്ന് പറയുന്നത് എന്താണ്? ക്വാഡ്രേച്ചർ ഫേസ് ഷിഫ്റ്റ് കീയിങ്. ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ഫോം ആണ്. Quadrature phase shift keying 2 bits of information transmitted per symbol by using 4 different phases. 2 bits of information are transmitted per symbol by using 4 different phases in quadrature phase shift keying. നമ്മൾ പറഞ്ഞത് ഓൺ ഓഫ് കീയിങ് ആണ് അല്ലെ. ഓൺ ഓഫ് കീയിങ് ഏതാണ്? ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ് ആണ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ് എന്ന് പറഞ്ഞാൽ? ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ ടെക്നിക് ആണ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ സിഗ്നൽ വേരീസ് വിത്ത് റെസ്പെക്ട് ടു ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മെസ്സേജ് സിഗ്നൽ. റൈറ്റ്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ സിഗ്നൽ വേരീസ് വിത്ത് റെസ്പെക്ട് ടു ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മെസ്സേജ് സിഗ്നൽ. 24ാമത്തെ ചോദ്യം, ഡാഷ് കൺസിസ്റ്റ് ഓഫ് 2 ഓസിലേറ്റേഴ്സ് വിത്ത് എ ക്ലോക്ക് ആൻഡ് ഇൻപുട്ട് ബൈനറി സീക്വൻസ്. ഡാഷ് കൺസിസ്റ്റ് ഓഫ് 2 ഓസിലേറ്റേഴ്സ് വിത്ത് എ ക്ലോക്ക് ആൻഡ് ഇൻപുട്ട് ബൈനറി സീക്വൻസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലാണ് 2 ഓസിലേറ്ററും ഒരു ക്ലോക്കുള്ള 2 ഓസിലേറ്ററും അതുപോലെ തന്നെ ഇൻപുട്ട് ബൈനറി സീക്വൻസും പ്രൊവൈഡ് ചെയ്യുന്നത്? ഏത് ഷിഫ്റ്റ് കീയിങ്ങിലാണ് അല്ലെ. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ASK, ഓപ്ഷൻ ബി FSK, ഓപ്ഷൻ സി PSK, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഏതാണ് റൈറ്റ് ആൻസർ? The right answer is option B, FSK. Frequency shift keying consists of 2 oscillators with a clock input binary sequence. FSK എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്കാണ്, നമുക്കറിയാം. FSK എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ആണ് അല്ലെ. അത് 2 ഓസിലേറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. എന്തിനാണ് 2 ഓസിലേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് യൂസ് ടു പ്രൊഡ്യൂസ് ഹയർ ആൻഡ് ലോവർ ഫ്രീക്വൻസി സിഗ്നൽസ്. അത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്വിച്ചിക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് എലോങ് വിത്ത് എൻ ഇന്റേണൽ ക്ലോക്ക്. ഓക്കെ, ഇന്റേണൽ ക്ലോക്ക് എന്തിനാണ്? ഫേസ് ഡിസ്കണ്ടിന്യൂറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഇന്റേണൽ ക്ലോക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബൈനറി ഇൻപുട്ട് സീക്വൻസ് ഇസ് അപ്ലൈഡ് ടു ദ ട്രാൻസ്മിറ്റർ. സോ ചൂസ് ദ ഫ്രീക്വൻസി അക്കോർഡിംഗ് ടു ദ ബൈനറി ഇൻപുട്ട്. നമുക്ക് ഏതാണോ ഏത് ഇൻപുട്ടാണ് നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. 1 ആണെങ്കിൽ 1, 0 ആണെങ്കിൽ 0. അതുകൊണ്ടാണ് നമ്മൾ എന്ത് അവിടെ കൊടുത്തിരിക്കുന്നത്? ബൈനറി ഇൻപുട്ട് സീക്വൻസ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് FSK മോഡുലേറ്റർ? ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ദ 2 ഓസിലേറ്റർ വിത്ത് എ ക്ലോക്ക് ആൻഡ് ഇൻപുട്ട് ബൈനറി സീക്വൻസ്. 25ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. BPSK is also known as dash.
BPSK is also known as dash. Options നോക്കാം നമുക്ക്. Option A, two-phase PSK. Option B, phase reversal keying. Option C, four-phase PSK. Option D, both A and B. ഏതാണ് റൈറ്റ് ആൻസർ? BPSK അല്ലെങ്കിൽ ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ് ഈസ് വൺ ഓഫ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ PSK. ഫേസ് ഷിഫ്റ്റ് കീയിങ്ങിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് BPSK. നമ്മൾ പറഞ്ഞു ഫേസ് ഷിഫ്റ്റ് കീയിങ് എന്ന് പറയുന്നത് BPSK ആയിട്ടും QPSK അങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. സോ BPSK is also known as ഓപ്ഷൻ എ നോക്കൂ ടു ഫേസ് PSK. കറക്റ്റ് ആണ് അല്ലെ. ഓപ്ഷൻ ബി നോക്കൂ ഫേസ് റിവേഴ്സൽ കീയിങ്. BPSK എന്ന് പറയുന്നത് ഒരു ഫേസ് റിവേഴ്സൽ കീയിങ് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് ബി. ഫോർ ഫേസ് PSK എന്ന് പറയുന്നത് QPSK ആണ്, അതായത് ക്വാഡ്രേച്ചർ ഫേസ് ഷിഫ്റ്റ് കീയിങ് ആണ് ഫോർ ഫേസ് PSK എന്ന് പറയുന്നത്. ഓക്കെ, സോ ടു ഫേസ് PSK ആൻഡ് ഫേസ് റിവേഴ്സൽ കീയിങ് ആർ ഓൾസോ നോൺ ആസ് BPSK, അതായത് ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ്. ഓക്കെ, അപ്പം നമ്മൾ അനലോഗ് ആൻഡ് ഡിജിറ്റൽ മോഡുലേഷനിൽ 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാണെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേൺ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.